അപസ്മാരാണല്ലോ പഠിച്ചോലത്. എന്തെങ്കിലും ഇരുമ്പ് നഷ്ടം വിത്ത് വരാൻ അപസ്മാരം തന്റെ വാപ്പിച്ച താക്കോൽ കൈ കൊടുക്കുന്നേ അല്ല, താക്കോൽ പിടിക്കാൻ കൊടുത്തതിന്റെ ഗുണമായി കാണിക്കുന്നേ. ദിവസം 4 തവണ കാല് പിടിച്ചാൽ ചെയ്ത തെറ്റൊക്കെ ഇല്ലാതായി എന്താ വിചാരം? മക്കളാണോ മരുമക്കളാണോ എന്ന് ഞാൻ നോക്കൂല. നാറി തുടങ്ങിയാൽ സകലതും പഠിച്ചു പുറത്ത്. അത് ശരി. അപ്പൊ മക്കൾ അച്ഛന്റെ കാല് പിടിക്കായിരുന്നില്ലേ? സത്യം പറയാലോ, എനിക്കത് കണ്ടപ്പോ മനസ്സിലായില്ല. കാരണം ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ എന്റെ ബാപ്പന്റെ കാല് പിടിച്ചിട്ടില്ല. അതെന്താ തന്റെ ബാപ്പയ്ക്ക് കാലില്ലേ? കാലിലഞ്ഞിട്ടല്ല, ഓർമ്മ വെച്ച കാലം മുതൽ നമ്മള് ബാപ്പ ദുബായിലാ. ബാപ്പ ദുബായിന്റെ ലീവിൽ വരുമ്പോ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകും, നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ബാപ്പ ഇവിടുന്ന് അങ്ങോട്ട് പോകും. ബാപ്പി ഞാൻ ഇതുവരെ തമ്മ കണ്ടില്ല. പിന്നെ എങ്ങനെ ഇത് പിടിക്കും? കോയ എന്താ കയ്യിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്നത്? ആ, ഇത് ഈ മാസത്തെ എന്റെ വീട്ടിന്റെ വാടക. ആദ്യത്തെ വാടക മൂപ്പിൽ നേരെ കയ്യിൽ നേരിട്ട് കൊടുത്ത് അനുഗ്രഹം വാങ്ങുന്ന എന്റെ ആഗ്രഹം. ഏയ്, ഇന്ന് അച്ഛന്റെ ജന്മദിവസം അച്ഛൻ ഒന്നും കൈ നീട്ടി വാങ്ങാറില്ല, കൈ നീട്ടി കൊടുക്കാറേ ഉള്ളൂ. ഏട്ടാ, വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോ ഇതൊന്നും കോയോട് പറഞ്ഞിട്ടില്ലേ? ഞാനായിട്ട് പറയുന്നത് നല്ലതല്ലേടാ, നേരിട്ട് വന്ന് അറിയുന്നത്. ആ, അങ്ങനെയൊക്കെ ചില പതിവ് പണ്ട് മുതലേ ഇവിടെ ഉണ്ട്. ഇവൻ പറഞ്ഞ പോലെ ഈ ദിവസം കൈനീട്ടി ഞാനൊന്നും വാങ്ങാറില്ല. ഈ മാസത്തെ വാടക എനിക്ക് ഇന്ന് വേണ്ട, അത് താൻ തന്നെ വെച്ചോ. പടച്ചോൻ സഹായിച്ച് എന്നും നിങ്ങൾക്ക് പെരുന്നാൾ വെച്ചെന്നാണ് എന്റെ പ്രാർത്ഥന. നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാര് കൊല്ലത്തൊരു ദിവസം ജനിച്ചാൽ പോരാ, ഓരോ മാസം എല്ലാ 1-ാം തീയതി അങ്ങനെ 12 മാസം ജനിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ജനിക്കണമെന്ന് തന്നെയാ എന്റെയും മോഹം. ഈ വീട് വിട്ടുപോവാൻ ഇപ്പോഴും എനിക്ക് മനസ്സിലിടവേ. മരിക്കരുതേ എന്നാ എന്റെ പ്രാർത്ഥന. കോയക്കറിയില്ല, ഇവരുടെയൊക്കെ ഇളയതായി എനിക്കൊരു മോളുണ്ടായിരുന്നു. ചിന്നമ്മൂന്നാ ഞാൻ വിളിക്ക. അവളും ഭർത്താവും ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കുമ്പോ അവരുടെ കുഞ്ഞിന് പാലുകൂടി മാറിയിരുന്നില്ല. അമ്മയില്ലാത്ത കുഞ്ഞിനെ ഒരുത്തന്റെയും സഹായമില്ലാതെ ഈ കയ്യിലിട്ടാ വളർത്തിയത്. അവള് വളർന്നു. ഈ വയസ്സിനെ മനസ്സുകൊണ്ട് ചതിക്കാത്ത ഒരാളെ ഇന്ന് ലോകത്തിലുള്ളൂ, എന്റെ കൊച്ചുമോള് മായ. ഇന്നെന്റെ പിറന്നാള് മാത്രമല്ല, മായ ബോംബെന്ന് എന്നെ കാണാൻ വരുന്ന ദിവസം കൂടിയാ. ഇതുവരെ ഒരു പിറന്നാളും അവളെ കാണാതെ ഞാനിവിടെ ഉണ്ടിട്ടില്ല. ഇന്ന് വരും എഴുത്തുണ്ടായിരുന്നു. വിമാനത്താവളത്തിലും തീവണ്ടി ആഫീസിലും ബസ് സ്റ്റോപ്പിലും ആളെ നിർത്തി മനസ്സിൽ തീയും വെച്ചിരിക്കുമ്പോഴാ മക്കളാണെന്നും പറഞ്ഞ് ഓരോരുത്തര് ഉരുളിയും തലയെ വെച്ച് എഴുന്നള്ളത്ത് നടത്തുന്നത്. മായ ഇങ്ങ് എത്തിക്കോളും. അച്ഛൻ ഇങ്ങനെ വിഷമിക്കണം കാണുമ്പോ ഞങ്ങൾക്ക് വരെ മനസ്സ് മുറുകി പൊട്ടുക. അത് മായ വന്നു. മുത്തച്ഛന്റെ മായക്കുട്ടി വിമാനത്തിലും വന്നിട്ടില്ല, തീവണ്ടിയിലും വന്നിട്ടില്ല, ബസ്സിലും വന്നിട്ടില്ല. ഞാൻ സകല സ്ഥലത്തും തപ്പി. മുത്തച്ഛ ബോംബെയിൽ അവളുടെ അഡ്രസ് ഉണ്ടായോ? അവൾക്ക് അവിടെ എന്താ ഇത്ര വലിയ തിരക്കെന്ന് എനിക്കൊന്നറിയാലോ. വേണ്ട തരണ്ട. ഞാൻ അവൾക്ക് കത്തുകളൊന്നും പേടിച്ചിട്ടല്ലേ എനിക്ക് അഡ്രസ് തരാത്തത്. ചോദിച്ച അവളും തരികയല്ല. എന്താ ഇത്? ഇങ്ങോട്ട് വന്നേ. മൂത്ത് വല്ലതും പറഞ്ഞാൽ നിന്റെ ഈ സകല ഗ്ലാബറോടും കൂടി ഈ കറുത്ത കണ്ണാടി അടക്കം നിന്റെ കരണക്കുറ്റി അച്ഛൻ അടിച്ചു പൊട്ടിക്കും. ശവമേ, എന്തെങ്കിലും മായ കല്യാണം കഴിക്കാൻ കിട്ടുന്ന ചാൻസ് കളവണം കോയ. ഒരിക്കലും കളയരുത്. ഇത്രയും പുരുഷത്വം വെച്ച ഒരു അഡ്രസ് വേണ്ടി ചീപ്പാവേ. വിട്ടുകള ശിവൻകുട്ടി, ഇതങ്ങനെ വിടാൻ പറ്റൂല. മായ എന്റെ ജീവനാ. നീ അവളെ കല്യാണം കഴിച്ച് ഈ സ്വത്തുക്കളെ മുഴുവൻ നമ്മുടെ കയ്യിൽ വരുന്നത് കണ്ടിട്ട് വേണം ഈ അച്ഛനൊന്ന് കണ്ണടയ്ക്കാൻ. അത് നീ മറക്കരുത്. അച്ഛന്റെ കണ്ണടപ്പിക്കുന്നേരം ഞാനേറ്റ് പോരെ. വാടക 400 നിങ്ങൾ അതേപോലെ വാടകയില് പകുതി ഇങ്ങക്കും പകുതി അമ്മക്കും. ജീവിക്കാൻ വേണ്ടി ഒരുപാട് സർക്കസ് നടത്തുന്ന കുട്ടികളും കെട്ടികളുള്ള ഒരു സാധാ കോയാണ് ഞാൻ. എന്നാലും സ്വന്തം വീട്ടിൽ നിങ്ങൾ നടത്തുന്ന ഈ കള്ളക്കളി ഉണ്ടല്ലോ, അതിന്റെ മുമ്പിൽ നമ്മൾ സർക്കസ് ഒന്നുമല്ല. അതെ, അടുത്ത മാസം സ്വന്തം തന്ത ഇതുപോലെ വാടക കൈനീട്ടി വാങ്ങാത്ത ദിവസങ്ങളുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. അത് നമുക്ക് ഷെയർ ചെയ്യാലോ. അളിയാ, എന്റെ ഷെയർ ഇവിടെ. ഇതാ ഏട്ടനും അളിയനും 100 പിടി. എന്റെ 100 കഴിച്ച് വേറൊരു 100 എന്റെ കയ്യിൽ ബാക്കിയുണ്ട്. അത് 3 ആക്കി മുറിച്ച് 33 രൂപ 33 പൈസ ഇനി അങ്ങോട്ട് വരും. എന്താ പോരെ? പോരാ, എന്നാലും 1 പൈസ ബാക്കി വരും. വന്നോട്ടെ. അത് അളിയന്റെ 16 അടിയന്തരത്തിന് ഞാൻ ഭഗവതിക്ക് നേർച്ച കെട്ടുന്നുണ്ട്. എന്തേ ഏട്ടൻ എന്ത് പറ്റി? അച്ഛനെ പറ്റിച്ച് നമ്മൾ എത്ര കാലമാണ് ഇങ്ങനെ കഴിയുക? അച്ഛന്റെ സ്വർഗാരോഹണം വരെ ഇങ്ങനെ കഴിയാം, അല്ലാതെ എന്താ ചെയ്യാ?
തന്തയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദേ തല്ല് കിട്ടി എന്റെ പുറമൊന്ന് നോക്കിയേ. വേണം പിന്നെ കാണാം. ഇളയ പെങ്ങള് ചിന്നമ്മ മരിച്ച പിന്നെ അച്ഛനിങ്ങനെ കണ്ണിച്ചോടയില്ലാതായത്. ചിന്നമ്മുവിന്റെ മകള് മായോടാ അച്ഛൻ എല്ലാരേക്കാളും ഇഷ്ടം. അവൾ ഇന്ന് വന്നില്ലെങ്കിൽ ഇവിടെ ആകെ പ്രശ്നമാവും. അളിയാ സദ്യ വിളമ്പറായി, അവിടെ ആരുമില്ല. ഡോ തനിക്ക് മറ്റേതാണ്ടേ? അതല്ലടോ എന്റെ പുറം. അത് വേണ്ട പിന്നെ കാണാം. എല്ലാരും ഊണ് കഴിച്ചു, ഞങ്ങളും കഴിച്ചു. ഇനി അച്ഛൻ മാത്രമേ ഉള്ളൂ. വിളമ്പട്ടെ? വേണ്ട, എനിക്ക് വിശപ്പില്ല. അച്ഛന് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട, ഞാനും കഴിക്കുന്നില്ല. എന്നാ ഞാനും കഴിക്കണില്ല. അപ്പൊ നിങ്ങൾ രണ്ടാളും കഴിച്ചു എന്ന് പറഞ്ഞതോ? അത് കുട്ടികൾ കഴിച്ചപ്പോ ഞാൻ ആ ഇലയിൽ ഒരിത്തിരി വാരി കഴിച്ചതാ. അച്ഛന് വിശ്വാസമില്ലെങ്കിൽ വേണ്ട. ഒരു നേരം പട്ടിണി കിടന്നു വെച്ച് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ നീയോ? ഞാൻ അവസാനം ചെറിയൊരു ഗ്ലാസ്സിൽ ഇത്തിരി പായസം കുടിച്ചു. ക്ഷണിച്ചവരെല്ലാം വന്നിരുന്നോടാ. ആകെ 713 ഇലയിട്ടു. പായസം തികഞ്ഞില്ല, രണ്ടാമത് ഉണ്ടാക്കി. സദ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് ഏട്ടനാണ്. അനാഥ മന്ദിരത്തിലേക്ക് ഒരു ചാക്കരിയും 140 ഊണും ഞാൻ കൊടുത്തയച്ചു. അതെപ്പോ? അത് നീ അവിടെ ഇന്ന് ഉരുട്ടി വിഴുങ്ങുമ്പോ. പിന്നെ അച്ഛാ, പുറം കാര്യങ്ങളൊക്കെ സഹദേവൻ നോക്കി. അതിന് എല്ലാത്തിനും എന്റെ ഒരു മേൽനോട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി. സാധനങ്ങളുടെ വിലയാ ഭയങ്കരം. കേട്ടാ ഒരാളും വിശ്വസിക്കില്ല. സാരമില്ല, ഞാൻ വിശ്വസിച്ചോളും. ചോദിക്കുമ്പോ പറഞ്ഞാ മതി. അതിനു മുമ്പ് നീ നിന്റെ പെങ്ങളെ ഒക്കത്തെടുത്ത് അപ്പുറത്തെങ്ങാനും കൊണ്ടുവെക്ക്. ഇവരുടെ ഈ കരച്ചിൽ എനിക്ക് അത്ര പിടിക്കുന്നില്ല. എനിക്കറിയാം, പായമോള് വരാത്തതിന് അച്ഛൻ എന്നോടാ ദേഷ്യം. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്റെ കൂടെ പുറത്തെ നീ എന്തിനാ ഇങ്ങനെ കരയണേ? നീ കരയണ കാണുമ്പോ എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. കേട്ടില്ലേ വെച്ചിട്ടാ? എന്താ? എനിക്ക് അല്പം സ്വസ്ഥത തരുവോ? മുത്തച്ഛ, ഞാൻ പറഞ്ഞില്ലേ മുത്തച്ഛ, അവൾ പുറപ്പെട്ടിട്ടില്ല. ഇതാ കമ്പി വന്നിട്ടുണ്ട്. അവൾക്ക് അവിടെ എന്തോ ജോലി തിരക്കാണത്രേ. കാര്യം ഞാനൊരു ഉയർന്ന ഉദ്യോഗസ്ഥനോ വലിയ ബിസിനസ്മാനോ ഒന്നും അല്ലെങ്കിലും ഒരു പെണ്ണിനെ സ്നേഹിക്കാനുള്ള മനസ്സും ചങ്കൂറ്റവും ഈ വീട്ടിൽ മറ്റാരെക്കാളും എനിക്കുണ്ട്. എനിക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് മായ ഇഷ്ടമാണ്. മായക്ക് എന്നെയും ഇഷ്ടമാകണം. ഇന്നേ സമയം വരെ ജലപാനം പോലും കഴിക്കാതെ മായ അന്വേഷിച്ച് സകല ദിക്കിലും ഓടി നടന്ന് ഒടുവിൽ ഈ കമ്പിയുമായി ഞാനിവിടെ എത്തിയത് അവളെ കാണാൻ മുത്തച്ഛന് എന്നെ പോലെ വിഷമിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് തന്നെയാ. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇനിയെങ്ങാനും നീ എന്റെ നേരെ വന്നാൽ വല്ലതും കടിച്ചു തിന്നാൻ നേരത്തെ വായി പല്ല് കാണത്തില്ല. ഇറങ്ങിപ്പോയോ പിന്നെ? എന്റെ അച്ഛാ, എന്താ മോനെ? മുത്തച്ഛൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. അത്രേ ഉള്ളൂ. മായമോള് വരില്ലേടാ ശിവൻകുട്ടി? മായ വരാൻ യാതൊരു വഴിയും ഞാൻ കാണുന്നില്ല. കമ്പിയിൽ പിന്നെ എന്താണ് അവളെ എഴുതിയിരിക്കുന്നത്? 1 കിലോ ചെമ്പ് കമ്പി ഈ ചെറിയ മാവന്റെ തലയിൽ കെട്ടിവെച്ച് ബോംബെയിലോട്ട് അയക്കാൻ പറഞ്ഞു. അവളിങ്ങോട്ട് വരുന്നില്ലെന്ന്. മായ പിന്നെ ബോംബെയിൽ എന്തെടുക്കുക? ബോംബെയിൽ അവൾ എന്തെടുക്കണം? നിങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അങ്ങ് അകലെ എന്റെ മായ ബോംബെ നഗരത്തിൽ ഒരു മായാമോഹിനിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലോ അവ മയത്തായെന്നാ തോന്നണം. നമുക്ക് വലിയടാ. അപ്പൊ പാവക്കുട്ടി അത് നാളെ നോക്കാന്ന്. പോലീസ് വരുന്നതിന് മുമ്പ് പോവാം. നിങ്ങളല്ലേ ആ കുത്തുകിട്ടിയ ആളിനെ കൊണ്ടുവന്നത്? ക്ലോസ് റിലേറ്റീവ് ആണോ? എങ്കിലും ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യൂ. പോലീസ് കേസാ. ഞാൻ ക്ലോസ് റിലേറ്റീവ് ആണ്. എങ്ങനെയെങ്കിലും എന്റെ ഭർത്താവിനെ. ഭർത്താവോ? ഇതിൽ കൂടുതൽ എന്തോന്ന് ക്ലോസ് ആവാന്? ദേ ഇതൊന്ന് ഒപ്പിട്ടെ. ഇവിടെ ഇവിടെ വൈഫൊന്നും കൂടി എഴുതിയതേ. അതില്ലാന്നും പറഞ്ഞൊരു പ്രശ്നം വേണ്ട. ആംബുലൻസിൽ ഇരുന്ന് കുട്ടി മലയാളത്തിൽ നിലവിളിച്ചു എന്ന് അതിന്റെ ഡ്രൈവർ വന്ന് പറഞ്ഞു. അതാ ഞാൻ തന്നെ കടലാസം കൊണ്ട് വന്നത്. കേരളത്തിൽ എവിടെയാ? ഒക്കെ പറയാം, ഒന്ന് വേഗം ചെല്ലു പ്ലീസ്. വളരെ സീരിയസാ. എങ്കിലും പേടിക്കാനൊന്നുമില്ല. ഓപ്പറേഷൻ ഒരു 4-5 മണിക്കൂർ എടുക്കും. ഒരു 6 ബോട്ടിൽ ബ്ലഡ് വേണ്ടി വരും. വേറെ സംഘടിപ്പിക്കണം.
സാറേ 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 ഇത് ഞാനാണ് സാറിന്റെ ദാസൻ ദാസൻ ദാസൻ. സിസ്റ്റേ ജൽദിയാവോ, സാറിന്റെ ബോധം പോയേ. നീ എന്തിനാണ് നിന്റെ സിസ്റ്ററെ വിളിക്കുന്നത്? ഇത് നിന്റെ വീടാണോ? വീടല്ല സാറേ, ഇത് ആശുപത്രിയാണ്. സാറിനെ ആരോ നിരത്തിലിട്ട് കുത്തി കുടലെടുത്തു. ഓപ്പറേഷൻ ചെയ്ത് ആ കുടലെടുത്ത് അകത്തിട്ട് ഡോക്ടർമാർ തുന്നിക്കെട്ടി. ഇനി കുഴപ്പമൊന്നുമില്ല. അയ്യോ അയ്യോ എന്നെ കൊന്നേ. ഇത് ചെയ്തവൻ ആരായാലും അവന്റെ കുടുംബത്തിൽ ആറ്റം ബോംബ് വീഴണേ എന്റെ വടശ്ശേരിക്കര ഭഗവതി. അയ്യോ ഞാനിപ്പോ ചാവുവേ ദാസ. അയ്യോ അയ്യോ പറയല്ലേ സാറേ. അയ്യോ വേദനിക്കുന്നതാ ദാസ. ഓട്ട് സാറേ. അമ്മേ അയ്യോ. സാർ ഇങ്ങനെ കിടന്നു ഉരുണ്ടാ തുന്നു പൊട്ടും. 24 തുന്നുണ്ട്. സിസ്റ്ററെ വിളിച്ച് ഇഞ്ചക്ഷൻ തരാൻ പറയട്ടെ. അത് കൊണ്ടുപോയി നിന്റെ തന്തയ്ക്ക് കൊടുക്കണ കഴുതേ. അയ്യോ സിസ്റ്റേ 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 സിസ്റ്റേ. അയ്യോ എന്നെ കൊന്നേ. അയ്യോ वो आपका कौन है? कौन? वो बेड़ा भाई, वो हमारा पिताजी का बड़ा दोस्त के. कराटे ब्लैक बेल्ट, मैं मास्टर होम कराटे ഡയമണ്ട് ബെൽറ്റ്. ഇനി എന്തെങ്കിലും അറിയണോ? ആരോ 4 കുത്തും കുത്തി ഇവിടെ കൊണ്ട് നിട്ടതാ. അങ്ങേരോട് എഴുന്നേൽക്കുക വേണ്ടു. കുത്തിയവനും കുത്തു കൊള്ളിച്ചവനും ഉടലോടെ നരകത്തിലെത്തും. ഹിന്ദി നേരാമെന്ന് അറിയായിരുന്നെങ്കിൽ അവന്മാരെ ഞാൻ തന്നെ കണ്ടുപിടിച്ചേനെ. ബോംബെയിൽ വന്ന് സാറിന്റെ കൂടെ കൂടി ഞാനും ഒന്ന് പച്ച പിടിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്ക് സാറിന്റെ വയറ്റിൽ കുത്തുവായി, എന്റെ കയ്യിൽ ഫ്ലാസ്കുമായി. സോറി, ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായി കാണത്തില്ല. ആപ്കാ നാം ക്യാ ഹേ? बदमाश. ഓ ഡോക്ടറാണല്ലേ, അങ്ങനെ പറ. ഹസ്ബൻഡിനെ കണ്ടില്ലേ? കണ്ടു, ഇഞ്ചക്ഷൻ എടുത്തു, ഉറങ്ങ. ആള് ഭയങ്കര പേടിത്തൊണ്ടനാണല്ലേ. ഇത്തിരി വേദനിച്ചാ മതി, എന്താ നിലവിളി? നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട്. കൊണ്ടുവരുമ്പോഴേ ഒരു ഹോപ്പും ഇല്ലെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. വീട് എവിടെയാ? വീടോ? വീട് ഞാൻ ജനിച്ചത് സിംഗപ്പൂരായിരുന്നു. പിന്നെ വളർന്നത് ഡൽഹിയിലും കൽക്കത്തയിലും മറ്റും. അങ്ങനെ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 5-6 വർഷമായി. എത്ര കുട്ടികളുണ്ട്? അദ്ദേഹത്തിന് കുട്ടികളുണ്ടാവില്ല. അയ്യോ കഷ്ടം, ഞാൻ അറിയാതെ ചോദിച്ചു പോയി. ഐ ആം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ദേ ഒന്ന് നിക്കണേ, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ഹസ്ബൻഡിന്റെ പേരെന്താ? അത് ഞാൻ ഇതുവരെ കേസ് ഷീറ്റിൽ എഴുതിയിട്ടില്ല. അന്നത്തെ പരിഭ്രമത്തിന് ചോദിക്കാനും വിട്ടുപോയി. അതെനിക്കും അറിഞ്ഞൂടാ.